ശരിക്കും ക്രിസ്റ്റിന്റെ ഒരു പാട്ട് ഇപ്പൊ കേൾക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? ആനന്ദമേ എന്നുള്ള പാട്ട്. ആനന്ദമേ. ഈ അരവിന്ദിന്റെ അതിഥികൾ എന്ന് പറഞ്ഞ അതിലുള്ള കോമ്പസിഷൻ, ആ പാട്ട് സ്പേഷ്യലി കമ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കൊരു ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോണ്ടാവും. ആ രാഗത്തിന് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്കൂൾ പ്രെയർ സോങ് ഇതേ രാഗത്തിലാണ്. ഹാമിർ കല്യാണി എന്ന് പറഞ്ഞ ഒരു രാഗമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു പാട്ട്, ഹംകോ മൻ കി ശക്തി ദേനാ मन विजय करे, दूसरों के जैसे पहले खुद की जय करे. आनंद में सर्वमानंद में, आनंद में आनंद പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ, മേഘങ്ങൾ പോലെ നാം ചേരുന്നു താഴെ. ആനന്ദമേ സർവമാനന്ദമേ, ആനന്ദമേ ആനന്ദമേ. നല്ല പാട്ടായിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയിരുന്നില്ലേ? ഒന്ന് ഹീലായില്ലേ ആ പാട്ട് കേട്ട്? ശരിക്കും ഈ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രെയർ സോങ് ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ ഒരു അടുപ്പം തോന്നും അല്ലേ അതേ രാഗത്തിലൊക്കെ സോങ്സ് വരുമ്പോൾ? അതുപോലെ ഒരു സോങ് ആണിത് അല്ലേ? ഒരുപാട് നമുക്ക് ബാബുക്ക് ഒത്തിരി ഹമീർ കല്യാണി പോലത്തെ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ബാബുക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ട കുറെ സലീൽ ചൗധരി സോങ്സ് ഇതുപോലത്തെ രാഗ ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. രാഗങ്ങൾക്ക് ഓരോന്നിനും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വളരെ വറീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഥന കുതൂഹലം കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിലാണ് നമ്മളിപ്പോ സരി മഗരി സരേ രി മദനി ഗ പ സാ സാനി ദ പ മഗ പ മഗരി, ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. അപ്പൊ ഇങ്ങനെ ഓരോ രാഗങ്ങൾക്ക് അതിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പോ മോഹനം എന്ന രാഗം, പഹാഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സരേ ഗ പ ധ സാ സാ ധ പ ഗ രേ സാ. അപ്പൊ അത് ശരിക്കും ഒരു മലയിലുള്ള ആ ഒരു സ്പേസ് ആണ് നമുക്ക് തരുന്നത്. അതേപോലെ നമ്മൾ ഹംസധ്വനി കേൾക്കുകയാണെങ്കിൽ സരേ ഗ പ നീ സാ സാനി പ ഗ രേ സാ, ഉടനെ തന്നെ നമുക്ക് രാഗങ്ങളെ എന്ന് വരും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹംസധ്വനി എന്ന് പറഞ്ഞാൽ ഒരു ഹംസത്തിന്റെ ശബ്ദം പോലെ ഇങ്ങനെ ഓരോ രാഗങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി, അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി, അതിൻ്റെ പുറകെ പല കഥകൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എവിടെയോ ഈ ഹാമിർ കല്യാണി എന്നുള്ള രാഗം കേൾക്കുമ്പോൾ അത് അരവിന്ദിന്റെ അതിഥികളിൽ ആ കോമ്പസിഷനായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറ്റ് വാസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്.